സംസ്ഥാന ബജറ്റ് അവഗണനയിൽ ഗത്യന്തരമില്ലാതെ സപ്ലൈകോ 1000 കോടി രൂപയാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ കനത്ത ക്ഷാമം തുടരുകയാണ്. 3000 കോടിയുടെ കടക്കണിയിലാണ് സപ്ലൈകോ. 1000 കോടി രൂപയാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. 500 കോടിയാണ് കരാറുകാരുടെ കുടിശ്ശിക. പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ബജറ്റും കൈവിട്ടതോടെ പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് ഭക്ഷ്യവകുപ്പ്. സംസ്ഥാനത്തെ 1600 ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങളിൽ ഒന്നുപോലും കിട്ടാനില്ല. റേഷൻ കാർഡുമായി എത്തുന്ന ഉപഭോക്താക്കൾ വെറും കൈയോടെ മടങ്ങുന്നു. ഒന്നുമില്ല, ഇവിടെ പയറുണ്ട്, വാങ്ങിക്കാൻ പോകണം. അണ്ണം മൂട്ടിലായ ചിലപ്പോൾ വല്ലതും കിട്ടുമെങ്കിണ്ടില്ല. അങ്ങനെ പ്ലെയിൻ വാങ്ങിക്കാനുള്ള അരിയാക്കിയാണ് ഈ പടയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാധനം ഇറക്കാത്തത്. പയർ മാത്രമേ ഉള്ളൂ. പിന്നെ പയർ മാത്രം വാങ്ങിക്കാൻ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചാലും മതിയല്ലോ. ഈ സപ്ലൈക്ക് അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 13 സാധനങ്ങൾ നമുക്ക് സബ്സിഡി നിരക്കിൽ തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഏത് സപ്ലൈക്ക് പോയാലും ഇപ്പൊ സബ്സിഡി ഉള്ള ഒരു സാധനം ഇല്ല. ഒന്നും കിട്ടില്ല. പഞ്ചസാരയും മറ്റു സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോഴിതാ വന്ന് അതിനാണ് ഒന്ന് മുളകും ഒക്കെ വാങ്ങാനാണ് വന്നത്. ഒന്നുമില്ല. ഓണത്തിന് ശേഷം പലയിടത്തും സാധനങ്ങൾ കിട്ടാനില്ല. അവശ്യ വസ്തുക്കളുടെ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ വിൽപ്പനയും കുത്തനെ ഇടിഞ്ഞു. ഇതോടെ കഴിഞ്ഞ 3 മാസമായി തൊഴിൽ ഭീഷണി നേരിടുകയാണ് സപ്ലൈകോയിലെ താൽക്കാലിക ജീവനക്കാർ. സാധാരണക്കാർക്ക് ആശ്വാസമായ സപ്ലൈകോയെ സർക്കാർ കൈവിട്ടതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. CPI പ്രതിനിധിയായ ഭക്ഷ്യമന്ത്രി GR അനിൽ CPMലെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ് അവഗണനയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.